ഓക്കെ, അപ്പോൾ നമ്മൾ ഇത് സൊല്യൂഷൻസിൻ്റെ ലാസ്റ്റ് ടോപ്പിക്കാണ്. അബ്നോർമൽ മോളാർ മാസ്, നമ്മുടെ വാൻ ഹോഫ് ഫാക്ടർ, അങ്ങനത്തെ ഏറ്റവും ലാസ്റ്റത്തെ കുറച്ച് ഭാഗങ്ങൾ പറയാനാണെന്ന് വന്നിട്ടുണ്ട്. അതിന് മുന്നേ ഇന്നലെ പറഞ്ഞ ഐസോട്ടോണിക്, ഹൈപ്പർട്ടോണിക്, ഹൈപ്പോട്ടോണിക് നമുക്ക് ഒന്നുകൂടി ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാം. 3 ടൈപ്പ് ഓസ്മോട്ടിക് പ്രഷർ നമ്മൾ പറഞ്ഞു. ഐസോട്ടോണിക്, ഹൈപ്പോട്ടോണിക്, ഹൈപ്പർട്ടോണിക്, 3 പറഞ്ഞത്. ഇനി പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ നമ്മൾ 2 സൊല്യൂഷൻസ് എടുക്കുകയാണെങ്കിൽ ഒരു സൊല്യൂഷൻ വേറൊരു സൊല്യൂഷനിലേക്ക് 2 സൊല്യൂഷൻസ് മിക്സ് ചെയ്യുക, അല്ലെങ്കിൽ ഒരു സൊല്യൂഷൻ്റെ സോൾവെന്റും ലിക്വിഡ് ഉള്ള സൊല്യൂഷൻ എന്ന് പറയുമ്പോൾ അതിൽ സോൾവെന്റ് ഉണ്ടായിരുന്നല്ലോ. അപ്പൊ ഒരു സൊല്യൂഷനിലത്തെ സോൾവെന്റ് വേറൊരു സൊല്യൂഷനിലേക്ക് സെമി പെർമിയബിൾ മെംബ്രെയിനിൽ കൂടെ പാസ് ചെയ്യുന്നതിനെയാണ് ഓസ്മോസിസ് എന്ന് പറയുന്നത്. ഇനി അതായത് ഇവിടെയുള്ള ഫോർ എക്സാമ്പിൾ ഒരു ബാസ്ക്കറ്റിൽ നമ്മൾ സെമി പെർമിയബിൾ മെംബ്രെയിൻ വെച്ചിട്ട് ഇവിടത്തെ സൊല്യൂഷനിൽ നിന്ന് ഇവിടെ സൊല്യൂട്ട് കൂടുതലും ഇവിടെ സൊല്യൂട്ട് കുറവുമാണെങ്കിൽ ഈ സൊല്യൂട്ട് കൂടുതലുള്ളിടത്തേക്ക് സോൾവെന്റ് സെമി പെർമിയബിൾ മെംബ്രെയിൻ വഴി വരുന്ന പ്രോസസ്സിനെയാണ് നമ്മൾ ഓസ്മോസിസ് എന്ന് പറയാ. അപ്പോൾ ഇവിടെ നിന്ന് ഇങ്ങോട്ട് വെള്ളം വരാണ്ടിരിക്കുക അല്ലെങ്കിൽ സോൾവെന്റ് വരാണ്ടിരിക്കാൻ നമ്മൾ ഇവിടെ ഒരു എക്സ്ട്രാ പ്രഷർ എക്സെർട്ട് ചെയ്യും. ഈ പ്രഷറിനെ പറയുന്ന പേരാണ് ഓസ്മോട്ടിക് പ്രഷർ. ഇനി ഐസോട്ടോണിക് സൊല്യൂഷൻസ് എന്ന് പറഞ്ഞാൽ സപ്പോസ് നമ്മൾ 2 സൊല്യൂഷൻസ് എടുത്തു. അപ്പോൾ സൊല്യൂഷൻസ് ഇന്റർമിക്സ് ആവുന്നത് ഒരെണ്ണത്തിന്റെ ഓസ്മോട്ടിക് പ്രഷർ എത്രയും കൂടുതലാണ്, അതായത് ആ സൊല്യൂഷന് ഓസ്മോട്ടിക് പ്രഷർ കൂടുതലാണെന്ന് എന്ന് വെച്ചാൽ ആ സൊല്യൂഷന് ഇപ്പോൾ ഓസ്മോട്ടിക് പ്രഷർ കൂടുതലാണെങ്കിൽ അപ്പുറത്തുനിന്ന് വരുന്ന സോൾവെന്റിനെ റെസിസ്റ്റ് ചെയ്യാൻ പറ്റും. ഓസ്മോട്ടിക് പ്രഷർ കുറവാണെങ്കിൽ അപ്പുറത്തുനിന്ന് വരുന്ന സോൾവെന്റ് സുഖമായിട്ട് ഇന്റർമിക്സ് ചെയ്യും. ഇനി രണ്ടിലും ഓസ്മോട്ടിക് പ്രഷർ ഈക്വൽ ആണെങ്കിൽ എന്താ പറയാ, പ്രത്യേകിച്ച് മാറ്റമൊന്നും ഉണ്ടാവില്ല. ഇക്വിലിബ്രിയത്തിൽ രണ്ടും ഈക്വിലിബ്രിയത്തിലായിരിക്കും. അപ്പോൾ ഐസോട്ടോണിക് സൊല്യൂഷൻസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 2 സൊല്യൂഷൻസ് ഹാവിങ് സെയിം ഓസ്മോട്ടിക് പ്രഷർ, അതായത് ഒരു സൊല്യൂഷന്റെ ഓസ്മോട്ടിക് പ്രഷർ π1 രണ്ടാമത്തെ ഓസ്മോട്ടിക് പ്രഷർ π2 ആണെങ്കിൽ ഇത് രണ്ടും ഒരു സെമി പെർമിയബിൾ മെംബ്രെയിന്റെ അപ്പുറത്തും ഇപ്പുറത്തും വെക്കുമ്പോൾ രണ്ടിന്റെയും ഓസ്മോട്ടിക് പ്രഷർ സെയിം ആണെങ്കിൽ അവരൊരു ഇക്വിലിബ്രിയത്തിലായിരിക്കും, ഇന്റർമിക്സിങ് നടക്കില്ല. ഇനി ഹൈപ്പോട്ടോണിക് സൊല്യൂഷൻ നമ്മൾ വെക്കുകയാണെങ്കിൽ ഹൈപ്പോട്ടോണിക്, ഹൈപ്പോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ലെസ് ആണ്, അതായത് ഒരു സൊല്യൂഷന്റെ ഓസ്മോട്ടിക് പ്രഷർ മറ്റേ സൊല്യൂഷനേക്കാളും കുറവായിരിക്കും. അപ്പോൾ ഈ ഓസ്മോട്ടിക് പ്രഷർ കുറവുള്ളിടത്തേക്ക് കൂടുതലുള്ളിടത്തുനിന്ന് എന്താ പറയാ സോൾവെന്റ് മോളിക്യൂൾസ് വരും, അതായത് π1 ലെസ് ദാൻ π2. ഒരെണ്ണത്തിന്റെ ഓസ്മോട്ടിക് പ്രഷർ മറ്റേതിനേക്കാളും കുറവാകുമ്പോൾ അവിടെ ഓസ്മോസിസ് നടക്കും. ഇനി ഹൈപ്പർട്ടോണിക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിന്റെ ഓസ്മോട്ടിക് പ്രഷർ എന്ന് പറയുന്നത് π1ന്റെ ഓസ്മോട്ടിക് പ്രഷർ മറ്റേതിനേക്കാളും കൂടുതലാവുമ്പോൾ സോൾവെന്റ് ഇപ്പുറത്തേക്ക് വല്ല നടക്കില്ല. ഇനി വേണമെങ്കിൽ ഇവിടെയുള്ള സൊല്യൂഷൻ, അതായത് π1ലുള്ള ആദ്യത്തെ നമ്മളിങ്ങനെ വെക്കുകയാണെങ്കിൽ ഇത് നമ്മുടെ സൊല്യൂഷൻ 1, ഇവിടെ നമ്മുടെ സൊല്യൂഷൻ ഉണ്ട്, ഇവിടെ നമ്മുടെ സോൾവെന്റ് ഉണ്ട്, അല്ലെങ്കിൽ അടുത്ത സൊല്യൂഷൻ 2 ഉണ്ട്. ഇനിയിപ്പോ ഇവിടെ ഓസ്മോട്ടിക് പ്രഷർ കൂടുതലാണെന്ന് വിചാരിക്കും. അപ്പൊ എന്തായാലും ഇവിടെ ഇങ്ങോട്ട് വരാൻ പറ്റില്ല. വേണമെങ്കിൽ ഇവിടുന്ന് അങ്ങോട്ട് ഇതിന്റെ ഉള്ളിൽ നിന്ന് എക്സ്ട്രാക്ട് ചെയ്ത് സോൾവെന്റ് അങ്ങോട്ട് പോവാൻ ചാൻസ് ഉണ്ട്. അതിനെ കുറച്ചും കൂടി അപ്ലിക്കബിൾ ആയിട്ട് പറയുമ്പോഴാണ് നമ്മൾ റിവേഴ്സ് ഓസ്മോസിസ് എന്ന് പറയുന്നത്. അപ്പൊ മനസ്സിലായി, ഐസോ, ഹൈപ്പോ, ഹൈപ്പർ. ഇനി നമുക്ക് ഇന്നത്തെ ക്ലാസ്സിന്റെ ഏറ്റവും ലാസ്റ്റ് ടോപ്പിക് ആയ അബ്നോർമൽ മോളാർ മാസ് എന്താണെന്ന് പറയാം. ഓക്കെ, അപ്പൊ നമ്മള് ആദ്യം തൊട്ട് പറയുന്നുണ്ട് ഐഡിയൽ നോൺ ഐഡിയൽ തമ്മിലുള്ള വ്യത്യാസമൊക്കെ നമ്മൾ പറഞ്ഞു. ഐഡിയൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ തിയററ്റിക്കൽ കോൺസെപ്റ്റ് ആണ്, അല്ലെങ്കിൽ ഒരു എക്സ്പെക്റ്റഡ് കോൺസെപ്റ്റ് ആണ്. അവിടെ നിന്ന് എറർ കൂടുതലായ കാരണം യൂണിവേഴ്സില് ഐഡിയൽ കണ്ടീഷനിൽ നമുക്കൊരു സംഭവം കിട്ടില്ല, നോൺ ഐഡിയൽ ആയിരിക്കും. അതായത് പോസിറ്റീവ് ഡീവിയേഷൻസ്, നെഗറ്റീവ് ഡീവിയേഷൻസ് ഒക്കെ വരാം. അതായത് വേപ്പർ പ്രഷർ നമ്മൾ എക്സ്പെക്ട് ചെയ്യണം, എല്ലാ വേപ്പേഴ്സും എന്താ പറയാ ഇവാപറേറ്റ് ചെയ്യണമെന്നില്ല, അതിനേക്കാളും കൂടുതൽ വരാം, കുറവ് വരാം. അതുപോലെ തന്നെ ഒരു കണ്ടീഷൻ ആണ് ഇവിടെ പറയുന്നത് കൊളിഗേറ്റീവ് പ്രോപ്പർട്ടീസിന്റെ കേസിൽ. അതായത് നമ്മൾ കൊളിഗേറ്റീവ് പ്രോപ്പർട്ടി കാൽക്കുലേറ്റ് ചെയ്തു. അതായത് നമ്മൾ കൊളിഗേറ്റീവ് പ്രോപ്പർട്ടീസ് എന്ന് പറഞ്ഞാൽ എന്താ, നമ്പർ ഓഫ് മോൾസിന് ഡയറക്ട്ലി പ്രൊപ്പോർഷൻ ആണ്. അപ്പൊ എത്ര നമ്പർ ഓഫ് മോൾസ് ഉണ്ടെന്ന് ഏകദേശം കാൽക്കുലേറ്റ് ചെയ്തിട്ട് അതിൽ നിന്ന് നമ്മൾ ഇപ്പോൾ കൊളിഗേറ്റീവ് പ്രോപ്പർട്ടീസ് എന്ന് പറഞ്ഞാൽ ഏതൊക്കെ വരാം, എലിവേഷൻ ഇൻ ബോയിലിംഗ് പോയിന്റ്, ആദ്യത്തെ അതൊന്ന് എഴുതാം. boiling point delta TB is equal to KB into M. Depression in freezing point
depression in freezing point delta Tf is equal to Kf into m. ഇനി osmotic pressure pi equal to CRT, concentration എന്ന് പറഞ്ഞാൽ എന്താ mole fraction. ഇനി ആദ്യം പറഞ്ഞ relative lowering of vaporing pressure, relative lowering of vapor pressure, P0A minus PA by P0A is directly proportional to theta B. ഇത്രയാണ് നമ്മൾ പറഞ്ഞ കൊളിഗേറ്റീവ് പ്രോപ്പർട്ടീസ്. അതായത് ഈ പ്രോപ്പർട്ടീസിലൊക്കെ നിങ്ങൾ നോക്കുക, ഇതെന്ന് പറഞ്ഞാൽ എന്താ മൊളാലിറ്റി 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 മൊളാലിറ്റി, ഇവിടെ മൊളാലിറ്റി ആണ് വരിക, ഇതിൽ രണ്ടിലും മൊളാലിറ്റി ആണ് വരിക. അതായത് ഇതൊക്കെ നമ്പർ ഓഫ് മോൾസിന് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ആണ്. എത്ര നമ്പർ ഓഫ് മോൾസ് എടുക്കണോ അത്രയും ബോയിലിംഗ് പോയിന്റ് കൂടും, അത്രയും ഫ്രീസിംഗ് പോയിന്റ് കുറയും, അത്രയും ഓസ്മോട്ടിക് പ്രഷർ നമുക്ക് കിട്ടും, അത്രയും വേപ്പർ പ്രഷറിൽ അവിടെ ഡിഫറൻസ് വരും. അപ്പൊ നമ്മള് തിയററ്റിക്കലി നമ്മൾ എന്താ ചെയ്യാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു എക്സ്പെരിമെന്റ് നടത്തുന്നതിന് മുന്നേ നമുക്ക് ഏകദേശം നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യും നമ്മൾ എത്ര നമ്പർ ഓഫ് മോൾസ് എടുക്കുന്നുണ്ടെന്ന്. അങ്ങനെ നമ്മൾ അത് വെച്ചിട്ട് നമുക്ക് ബോയിലിംഗ് പോയിന്റ് ഇപ്പൊ ഇത്ര നമ്പർ ഓഫ് മോൾസ് നമ്മൾ എടുക്കാൻ പോവാന്ന് നമ്മൾ എക്സ്പെക്ട് ചെയ്തിട്ട് അല്ലെങ്കിൽ കാൽക്കുലേറ്റ് ചെയ്തിട്ട് അത് വെച്ചിട്ട് നമ്മൾ എന്താ പറയാ ബോയിലിംഗ് പോയിന്റ് ഇത്രയധികം കൂടുന്ന പറഞ്ഞിട്ട് ഒരു വാല്യൂ നമ്മൾ തയ്യാറാക്കും. പക്ഷെ പല കേസിലും നമുക്ക് കിട്ടുന്ന വാല്യൂ എന്ന് പറയുന്നത് നമ്മൾ എടുക്കുന്ന നമ്പർ ഓഫ് മോൾസിന്റെ ആ ഒരു ലെവലിലേക്ക് നമുക്ക് കിട്ടില്ല. ചിലപ്പോൾ നമുക്ക് ബോയിലിംഗ് പോയിന്റ് കൂടുതൽ കിട്ടാം, കുറവ് കിട്ടാം. അതായത് നമ്മൾ ഇത്ര നമ്പർ ഓഫ് മോൾസ് എടുത്തു, അപ്പൊ നമുക്കൊരു ഐഡിയ ഉണ്ടാവും ബോയിലിംഗ് പോയിന്റ് ഇത്രയും അധികമായിട്ടായിരിക്കും കൂടാൻ പോണെന്ന്. പക്ഷെ ചില കേസുകളിൽ അങ്ങനെ ഉണ്ടാവില്ല. ചില സമയത്ത് അതിനേക്കാളും കൂടുതൽ ഉണ്ടാവും, ചില സമയത്ത് അതിനേക്കാളും കുറവുണ്ടാവും. ഈ നോൺ ഐഡിയൽ പറഞ്ഞ പോലെ അതിന് കാരണമാണ് ഡിസോസിയേഷനും അസോസിയേഷനും. ഓക്കെ, അതായത് നമുക്ക് എപ്പോഴും ഐഡിയൽ കൊളിഗേറ്റീവ് പ്രോപ്പർട്ടി എക്സ്പെക്ട് ചെയ്യുന്ന വാല്യൂ കിട്ടാത്തതിന്റെ കാരണമാണ് ഡിസോസിയേഷനും അസോസിയേഷനും. അപ്പൊ അതിനു മുന്നേ നിങ്ങൾക്ക് അബ്നോർമൽ പോളാർ മാസ് എന്താണെന്ന് പറയാം. അതായത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ കൊളിഗേറ്റീവ് പ്രോപ്പർട്ടി നമ്മൾക്ക് എക്സ്പെക്ട് ചെയ്യുന്ന വാല്യൂവിനേക്കാൾ അല്ലെങ്കിൽ തിയററ്റിക്കൽ വാല്യൂ അല്ല നമുക്ക് ഒബ്സർവ് ചെയ്യുമ്പോൾ കിട്ടണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പൊ അത് മോളാർ മാസിന്റെ കേസിലാണ് പറയുന്നത്. ഈ ഇക്വേഷൻസിനൊക്കെ നമുക്ക് മോളാർ മാസ് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ നമ്മൾ ഈ വാല്യൂ നമുക്ക് കിട്ടുന്ന വാല്യൂ ഒക്കെ വെച്ചിട്ട് നോക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന മോളാർ മാസ് നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്ന മോളാർ മാസ് ആവില്ല. അതായത് അബ്നോർമാലിറ്റി ഇൻ മോളാർ മാസ്. അപ്പൊ മോളാർ മാസിൽ ഒരു അബ്നോർമാലിറ്റി വന്നു, കൊളിഗേറ്റീവ് പ്രോപ്പർട്ടിയിൽ വരുന്നു. അത് ആ ഫോർമുലയിൽ മോളാർ മാസ് ഉള്ള കാര്യം നമുക്ക് മോളാർ മാസ് കണ്ടുപിടിക്കാൻ ഈ ഫോർമുല ഉപയോഗിക്കാം. അങ്ങനെ അത് ഉപയോഗിച്ച് നമ്മൾ മോളാർ മാസ് കാണുമ്പോൾ നമുക്ക് കിട്ടേണ്ട മോളാർ മാസ് അല്ല അവിടെ കിട്ടുന്നത്. അതായത് നമ്മളിപ്പോ എന്താ പറയാ, ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ അസിറ്റിക് ആസിഡ് ഇൻ ബെൻസീൻ നമ്മൾ ഡിസോൾവ് ചെയ്തെന്ന് വിചാരിക്കും. അപ്പൊ നമുക്ക് അസിറ്റിക് ആസിഡിന്റെ മോളാർ മാസ് അറിയാം, ബെൻസീന്റെ C6H6ന്റെ മോളാർ മാസ് അറിയാം. അപ്പൊ എത്ര നമ്പർ ഓഫ് മോൾസ് എടുക്കണമെങ്കിൽ നമുക്കൊരു ഐഡിയ ഉണ്ടെങ്കിൽ ഇതൊക്കെ വെച്ചിട്ട് നമുക്കിപ്പോ ഒരു നമ്മളിപ്പോ ബോയിലിങ്ങോ ഫ്രീസിങ്ങോ എന്തെങ്കിലും നടത്തുകയാണെങ്കിൽ എന്തോരമാണ് അത് കൂടാന്ന് നമുക്കൊരു ഐഡിയ വരും. പക്ഷെ നമുക്ക് റിയാക്ഷന് അവസാനം കിട്ടുന്ന ആ സൊല്യൂഷന്റെ മോളാർ മാസ് എന്ന് പറയുന്നത് നമ്മൾ ആദ്യം എടുത്ത മോളാർ മാസ് ആവില്ല, അല്ലെങ്കിൽ നമ്മൾ എക്സ്പെക്ട് ചെയ്ത മോളാർ മാസ് തരില്ല. അതിനെയാണ് പറയാ അബ്നോർമാലിറ്റി ഇൻ മോളാർ മാസ്. അബ്നോർമാലിറ്റി ഇൻ മോളാർ മാസിന് രണ്ട് റീസണുകളാണ്. ഒന്ന് ഡിസോസിയേഷൻ, രണ്ടാമത്തെ അസോസിയേഷൻ. ഓക്കെ, ഡിസോസിയേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സപ്പോസ് നമ്മള് എടുക്കുന്ന മോളാർ മാസിനേക്കാളും കൂടുതൽ മോളാർ മാസ് നമുക്ക് എക്സ്പെരിമെന്റിന്റെ അവസാനം കിട്ടുകയാണെങ്കിൽ, ഫോർ എക്സാമ്പിൾ നമ്മള് സോഡിയം ക്ലോറൈഡ് എടുത്തു. സോഡിയം ക്ലോറൈഡ് നമ്മൾ വെള്ളത്തിൽ ഡിസോൾവ് ചെയ്തു എന്ന് വിചാരിക്കും. അപ്പൊ നമുക്കത് Na+Cl- ആയി. അതായത് ആദ്യം ഒരു സോഡിയം ക്ലോറൈഡ് ആണ് ഉണ്ടായിരുന്നത്, ഡിസോൾവ് ചെയ്ത് കഴിഞ്ഞപ്പോൾ അത് Na+Cl- ആയി. അതായത് രണ്ടെണ്ണമായി, രണ്ടും സെപ്പറേറ്റ് ആയി. അപ്പൊ ഓവറോൾ അതിലുണ്ടായിരുന്ന മോളാർ മാസ് കൂടി, അതായത് നമ്പർ ഓഫ് മോൾസ് കൂടി. അപ്പൊ നമുക്ക് ഓസ്മോട്ടിക് പ്രഷർ, അതായത് നമ്പർ ഓഫ് മോൾ, ഇപ്പൊ ഒരു മോൾ ഉണ്ടായിരുന്നത് ഇപ്പൊ രണ്ട്, ഒരു സോഡിയത്തിന്റെ ആറ്റം ഒരു ക്ലോറിന്റെ ആറ്റം. അപ്പൊ അവരുടെ നമ്പറിൽ വ്യത്യാസം വന്നപ്പോ അവർ കാണിക്കുന്ന പ്രോപ്പർട്ടിയിലും വ്യത്യാസം വന്നു. അപ്പൊ മോളാർ മാസ് കൂടുന്ന കണ്ടീഷനിൽ വരുന്നതിന് പറയുന്ന പേരാണ് ഡിസോസിയേഷൻ. അതായത് അബ്നോർമാലിറ്റി ഇൻ മോളാർ മാസ് ഡ്യൂ ടു ഡിസോസിയേഷൻ. ഈ വെള്ളത്തിൽ സ്പ്ലിറ്റ് ആവണേ അല്ലെങ്കിൽ സോൾവെന്റിൽ സ്പ്ലിറ്റ് ആവണേനെയാണ് പറയുക
ഡിസോസിയേഷൻ. ഇനി അസോസിയേഷൻ നമ്മൾ എടുക്കുകയാണെങ്കിൽ അസിറ്റിക് ആസിഡിൻ ബെൻസീൻ എടുക്കാം. മോളാർ മാസ് ഡബിൾ ആവും. അതായത് നമ്മൾ CH3 COOH ബെൻസീനിൽ അതായത് C6H6 ഡിസോൾവ് ചെയ്യാന്ന് വിചാരിക്കും. അപ്പൊ ഇവിടെ ഇന്റർമോളിക്കുലർ ഹൈഡ്രജൻ ബോണ്ടിങ് നടക്കും. ഹൈഡ്രജൻ ബോണ്ടിങ് നടന്നിട്ട് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ മോളിക്കുലർ ഡൈമറൈസ് ചെയ്യും. ഡൈമറൈസ് ചെയ്യാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പൊ CH3COOH വേറൊരു CH3COOH ആയിട്ട് ഡൈമറൈസ് ചെയ്തിട്ട് 2 മോളിക്യൂൾ CH3COH ഫോം ചെയ്യും. ഞാനിത് ക്ലാരിറ്റി വെച്ചിട്ട് ഇതന്നെയാണ് സംഭവം. അതായത് ഡൈമറൈസ് ചെയ്യാന്ന് പറഞ്ഞാലേ നമ്മൾ അസിറ്റിക് ആസിഡിനെ ബെൻസീനിൽ ഡിസോൾവ് ചെയ്യുമ്പോൾ എന്തുണ്ടാവുന്ന വെച്ചിട്ടുണ്ടെങ്കിൽ CH3 C ഡബിൾ ബോണ്ട് OH C double bond O ചെറിയൊരു മിസ്റ്റേക്ക് ഉണ്ട്. ഡൈമറൈസ് ചെയ്യുന്നതാണ് സംഭവം. പക്ഷെ നമ്മൾ വരത്തിലാണ് തെറ്റിപ്പോയത്. CH3 C ഡബിൾ ബോണ്ട് OH ഇപ്പോഴത്തുനിന്ന് ഒരു CH3 C ഡബിൾ ബോണ്ട് O ഇവര് തമ്മിൽ ഒരു ഹൈഡ്രജനും ഓക്സിജനും കൂടി ഒരു ബോണ്ട് ഫോം ചെയ്തു. അതുപോലെ തന്നെ ഇവിടുത്തെ OH തമ്മിൽ ഒരു ബോണ്ട് ഫോം ചെയ്തു. ഇതിനെയാണ് പറയാ ഡൈമറൈസേഷൻ. CH3 C ഡബിൾ ബോണ്ട് O ഇനി നമ്മള് CH3 C ഡബിൾ ബോണ്ട് OH ഇങ്ങനെ മനസ്സിലായോ? ഈ വരയ്ക്കാനേ അറിയില്ല. CH3 C ഡബിൾ ബോണ്ട് O ഇത് തമ്മിലൊരു ഹൈഡ്രജൻ ബോണ്ടിങ് ഫോം ചെയ്തു. അതുപോലെ തന്നെ ഇവിടെയല്ല ഹൈഡ്രജൻ ബോണ്ടിങ്, ഇവിടെയാണ്. ഈ ബോണ്ടും നോക്കാം. അതായത് 2 മോൾസ് ഓഫ് അസിറ്റിക് ആസിഡ് നമ്മൾ ബെൻസീനിൽ ഡിസോൾവ് ചെയ്തപ്പോൾ കമ്പൈൻ ചെയ്ത് ഒന്നായി. അതായത് ഓവറോൾ നമ്പർ ഓഫ് മോൾസ് കുറയാണ്. അങ്ങനത്തെ കേസിൽ നമുക്ക് എക്സ്പെക്ട് ചെയ്യണേക്കാളും കുറവായിരിക്കും മോളാർ മാസിന്റെ വാല്യൂ കിട്ടുക. ഇങ്ങനത്തെ കേസിൽ നമുക്ക് ഒരു സ്പ്ലിറ്റ് ആയിട്ട് ഇരട്ടിക്കാണ്, ഇവിടെ കമ്പൈൻ ചെയ്തിട്ട് ഒന്നാവാണ്. അപ്പൊ നമുക്ക് അബ്നോർമാലിറ്റി മോളാർ മാസ് വരുന്നതിന് കാരണമാണ് ഡിസോസിയേഷനും അസോസിയേഷനും. അതിന്റെ 2 എക്സാമ്പിൾ. ഇതിനൊക്കെ തിയറിറ്റിക്കൽ ക്വസ്റ്റ്യൻസ് മാത്രം ചോദിക്കുള്ളൂ. ഇനി അതായത് നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്ന മോളാർ മാസിനേക്കാളും കുറവ് വരാം കാരണം അസോസിയേഷൻ, കൂടുതൽ വരാം ഡിസോസിയേഷൻ. അതായത് നമ്മൾ സൊല്യൂഷന്റെ മാസാണ് എടുക്കുന്നത്. സൊല്യൂഷന്റെ മാസ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ എക്സ്പെക്ട് ചെയ്യുന്നേക്കാൾ കൂടുതൽ വരാം, കുറവ് വരാം. അങ്ങനെ വാൻ ഹോഫ് എന്ന് പറയുന്ന ഒരാളാണ് ഇത് തെളിയിച്ചത്. അപ്പൊ അയാള് ഇതിന് വേണ്ടിയിട്ട് ഇതിനെ റിലേറ്റ് ചെയ്തിട്ട് ഒരു ഫോർമുല ഉണ്ടാക്കി. അതായത് വാൻ ഹോഫ് ഫാക്ടർ I is equal to abnormal molar mass by normal molar mass. തിരിച്ചുപോയി. നോർമൽ മോളാർ മാസ് ബൈ അബ്നോർമൽ മോളാർ മാസ്. നോർമലി നമ്മൾ കിട്ടേണ്ട ബൈ എന്തോരം അബ്നോർമാലിറ്റി കാണിക്കുന്നതാണ്. ഇതിൽ തന്നെ നമുക്ക് ഒബ്സർവ്ഡ് കൊളിഗേറ്റീവ് പ്രോപ്പർട്ടി ബൈ കാൽക്കുലേറ്റഡ് കൊളിഗേറ്റീവ് പ്രോപ്പർട്ടി ആക്കാം. അങ്ങനെയും ഇതിനെ ഒബ്സർവ്ഡ് കൊളിഗേറ്റീവ് പ്രോപ്പർട്ടി ബൈ കാൽക്കുലേറ്റഡ്
കൊളിഗേറ്റീവ് പ്രോപ്പർട്ടി. അതിന് രണ്ട് ഇക്വേഷൻസ് ആണ് വാൻ ഹോഫ് ഫാക്ടറിന് വരുന്നത്. ഇനി എന്താ ചെയ്യുന്നത്, അപ്പൊ നമ്മൾ ഇലവേഷൻ ഇൻ ബോയിലിംഗ് പോയിന്റ് ഡെൽറ്റ ടി ബി കെ ബി ഇൻറ്റു എം ആണെങ്കിൽ നമുക്ക് എന്തോരം അബ്നോർമാലിറ്റി എന്ന് പറയുന്ന ഫാക്ടർ നമ്മൾ ഇതിൽ ആഡ് ചെയ്തിട്ട് ഇതിന് മുന്നിൽ ഒരു ഐ ചേർക്കും. ഐ എന്ന് പറയുന്നത് എന്താ, വാൻ ഹോഫ് ഫാക്ടർ. വാൻ ഹോഫ് ഫാക്ടർ നോർമൽ മോളാർ മാസ് ബൈ അബ്നോർമാലിറ്റി നമുക്ക് കിട്ടുന്നത് ഒബ്സർവ്ഡ് കൊളിഗേറ്റീവ് പ്രോപ്പർട്ടി ബൈ കാൽക്കുലേറ്റഡ് പ്രോപ്പർട്ടി. ഇതുപോലെ തന്നെ ഇപ്പോൾ നമ്മൾ ടി എഫ് എടുക്കുകയാണെങ്കിൽ ഡെൽറ്റ ടി എഫ് ഇസ് ഈക്വൽ ടു ഐ ഇൻറ്റു കെ എഫ് ഇൻറ്റു എം. എല്ലാ കൊളിഗേറ്റീവ് പ്രോപ്പർട്ടീസിന് മുന്നിലും ഈ വാൻ ഹോഫ് ഫാക്ടർ അല്ലെങ്കിൽ ഐ ചേർക്കും. ഇതിനെ ഒന്നും കൂടി ഡിഫൈൻ ചെയ്തിട്ടുണ്ടെങ്കിൽ I is equal to total number of moles of particles after association or dissociation. അതായത് ഒബ്സർവ്ഡ് കൊളിഗേറ്റീവ് പ്രോപ്പർട്ടി എന്ന് പറയുന്നത് എന്താ, നമുക്ക് കാൽക്കുലേറ്റഡ് എന്ന് പറഞ്ഞാൽ നമ്മുടെ തിയററ്റിക്കൽ വാല്യൂ, അതായത് നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്ന വാല്യൂ ആണ് കാൽക്കുലേറ്റഡ് കൊളിഗേറ്റീവ് പ്രോപ്പർട്ടീസ്. ഒബ്സർവ്ഡ് കൊളിഗേറ്റീവ് പ്രോപ്പർട്ടി ആണ് എത്രത്തോളം എറർ അല്ലെങ്കിൽ അബ്നോർമാലിറ്റി വന്നു എന്നുള്ളത്. അതിന് ഇങ്ങനെ എഴുതാം, ടോട്ടൽ നമ്പർ ഓഫ് moles after dissociation by before dissociation. Before അതായത് after dissociation ആണ് observed colligative property, before dissociation ആണ് calculated colligative property. ഈ ഫോർമുല വെച്ചിട്ട് ചിലപ്പോൾ ക്വസ്റ്റ്യൻസ് ചോദിക്കാറുണ്ട്. എന്നാലും നമുക്ക് മോളാരിറ്റി അങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ആയിരിക്കും കൂടുതൽ തോന്നുന്നത്. നീ വലിയ വല്ലതുണ്ടോ? അപ്പൊ ഇത്രയേ ഉള്ളൂ. ഇനി എന്തെങ്കിലും ഡൗട്ട് നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് നാളത്തെ ക്ലാസ്സിൽ അല്ലെങ്കിൽ ഇനി എന്നാ ക്ലാസ്സിൽ വരാന്ന് വെച്ചാൽ അന്നത്തെ ക്ലാസ്സിൽ നിങ്ങൾക്ക് ചോദിക്കാം.